ഓക്കെ, നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ USB കേബിൾ ഉപയോഗിച്ചിട്ട് നോഡംസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ SpO2 ടിക്കർ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സീരിയൽ മോണിറ്ററിനകത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ബ്ലഡിനുള്ളിലെ ഓക്സിജൻ്റെ അളവ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. 92, 95, 96 പല റേഞ്ചുകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ സൈഡിൽ നമ്മുടെ ഹാർട്ട് ബീറ്റും ഇതിനകത്ത് വരുന്നുണ്ട്. ഹലോ ഗായ്സ്, ഇൻഫിലാബിന്റെ മറ്റൊരു പുതു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്സിമീറ്ററുകൾ എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ എങ്ങനെ ഒരു ഓക്സിമീറ്റർ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഓക്സിമീറ്റർ സെൻസറാണ്. ഈ ഓക്സിമീറ്റർ സെൻസർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ബ്ലഡിനുള്ളിലെ ഓക്സിജൻ്റെ കണ്ടന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ബ്ലഡിനുള്ളിലെ ഓക്സിജൻ്റെ കണ്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് സോഴ്സ് നമ്മുടെ കയ്യിലുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വിരലിനുള്ളിലേക്ക് വിരലിനുള്ളിലേക്ക് നമ്മുടെ ലൈറ്റിനെ പാസ് ചെയ്യും. ആ ലൈറ്റിനെ പാസ് ചെയ്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്ലഡിനുള്ളിൽ ഓക്സിജൻ്റെ കണ്ടന്റ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇല്ല എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ ബ്ലഡ് ഫ്ലോ അനുസരിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഓക്സിമീറ്ററുകൾ നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ എത്രത്തോളം ആക്യുറസി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഇലക്ട്രോണിക് ഉപകരണം നമുക്ക് ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് സർട്ടിഫിക്കേഷൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന SpO2 സെൻസർ ആണെങ്കിലും നമ്മൾ പൾസ് ഓക്സിമീറ്റർ സെൻസർ ആണെങ്കിൽ പോലും നമുക്കിത് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആവണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഇതിൻ്റെതായ സർട്ടിഫിക്കേഷൻസ് എല്ലാം ഇതിൻ്റെ ടെസ്റ്റുകളെല്ലാം പാസ്സായതിനു ശേഷം മാത്രമേ നമുക്കിത് ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. ഒരു പൾസ് ഓക്സിമീറ്റർ എങ്ങനെയാണ് നിർമ്മിക്കുന്നതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഇത് എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ wire.h എന്ന് പറയുന്ന ഒരു ലൈബ്രറി കോൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ലൈബ്രറി ഇൻസ്റ്റാൾ ആണോ എന്ന് നോക്കുക. ഇനി അല്ല എങ്കിൽ ചിലപ്പോൾ ഓർഡിനോയ്ക്കകത്ത് തന്നെ ഇൻബിൽഡ് ലൈബ്രറി ഉള്ളതാണ്. ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ താഴെ ഇൻക്ലൂഡ് MX30 അതായത് ഇതാണ് നമ്മുടെ സെൻസറിൻ്റെ നമ്പർ. അതിൻ്റെ ഒരു പൾസ് ഓക്സിമീറ്റർ സെൻസർ ഉണ്ട്. ആ പൾസ് ഓക്സിമീറ്റർ സെൻസറിൻ്റെ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു റിപ്പോർട്ടിംഗ് പീരീഡ് ടൈം 1 സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ബീപ്പ് എന്ന് പറയുന്നിട്ട് നമ്മളിവിടെ ഒരു 1 ബീറ്റ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബീറ്റ് എന്ന് എഴുതുന്നുണ്ട്. പിന്നെ അതിനുശേഷം വോൾഡ് സെറ്റപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സീരിയൽ ബിഗിൻ 9600 കൊടുത്ത് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ജസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ്. സെൻസർ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ആക്സസ് ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫെയിലാണെങ്കിൽ ഫെയിൽ എന്ന് വരും, സക്സസ് ആണ് സക്സസ് എന്ന് വരും. അതിനുശേഷം അതിൻ്റേതായ ലൈബ്രറി ഫംഗ്ഷൻസ് ഒക്കെ അവർ കോൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത സമയം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിനേക്കാളും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ട് റേറ്റ് പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ SpO2 അതായത് നമ്മുടെ ഉള്ളിലുള്ള ഓക്സിജൻ്റെ ലെവൽ എത്രയാണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഇത് മിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈമാണ്. ആ ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം നമ്മൾ പ്രീവിയസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിംഗ് ടൈമിനേക്കാളും ഗ്രേറ്റർ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ രണ്ട് ഹാർട്ട് റേറ്റും കിട്ടും. അതിനോട് തന്നെ അതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ കണ്ടന്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് തരുകയും ചെയ്യും. ഇത് ഫുള്ളി ലൈബ്രറി കോൾഡ് ഫംഗ്ഷൻ വർക്കിംഗ് ആണ് നടക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ അതായത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ലൈബ്രറിയാണ്. അപ്പോൾ ലൈബ്രറിയുടെ ഫംഗ്ഷൻസ് ആണ് നമ്മളിവിടെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ കോഡിനകത്തേക്ക്. കോഡിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ കോഡിനകത്ത്. അപ്പോൾ നമുക്കിനി ബാക്കി നോക്കാം. ഓക്കെ, നമ്മുടെ കോഡ് നമ്മൾ നേരെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അപ്ലോഡ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്ലോഡ് ബട്ടൺ കൊടുക്കാം. അപ്ലോഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്ലോഡ് ആയതിനു ശേഷം നമുക്കിത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സീരിയൽ മോണിറ്ററിൽ ഇത് കറക്റ്റായിട്ട് റീഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അപ്ലോഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അപ്ലോഡിങ് കഴിഞ്ഞതിന് ശേഷം സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ USB കേബിൾ ഉപയോഗിച്ചിട്ട് നോഡംസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ SpO2 ടിക്കർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൈ വെക്കുവാണെങ്കിൽ ഇത് ഓരോ തവണ ഇങ്ങനെ കൗണ്ട് ചെയ്ത് അതായത് എൻ്റെ ഹാർട്ട് ബീറ്റിനനുസരിച്ച് ഇത് എൻ്റെ ബ്ലഡിനുള്ളിലെ SpO2 അല്ലെങ്കിൽ എൻ്റെ ബ്ലഡിനുള്ളിലെ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ സീരിയൽ മോണിറ്ററിൽ വരും. നമ്മൾ സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് റീഡിങ്സ് വരുന്നുണ്ട്.
നമ്മുടെ ഓരോ റീഡിങ്സും ഇതിനകത്ത് 92, 98, 95, 90 അങ്ങനെ പല റീഡിങ്സ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബീറ്റ് എന്ന് എഴുതി വരുന്നുണ്ട്. ഈ ബീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് നോക്കുന്നതാണ്. അതിനകത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് ചില സമയത്ത് 80, ചില സമയത്ത് 90, ചില സമയത്ത് 60, 70 അങ്ങനെ പലത് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൈ അനങ്ങും തോറും അതിനകത്ത് റീഡിങ്സ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഇതൊരു പ്രോട്ടോടൈപ്പ് മാത്രമാണ്. റീഡിങ്സ് തരുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും അതിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ് എല്ലാം ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി കോഡിനകത്ത് വരുന്ന എറേഴ്സ് എല്ലാം മാറ്റി എല്ലാം വന്നു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഇൻഡസ്ട്രിയിലെ ഹെൽത്ത് കെയറിലേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് നമ്മൾ ഓക്സിമീറ്റർ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തു. പ്രോട്ടോടൈപ്പ് ആണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞൊരു ഇതൊരു പ്രോട്ടോടൈപ്പ് ആണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ടെസ്റ്റിംഗ് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അതാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെൻസറും നമ്മൾ ഓക്സിമീറ്ററിനകത്ത് ഉപയോഗിക്കുന്ന സെൻസറുകളെല്ലാം സെയിം ആണ്. അപ്പം സെൻസറിനകത്തും വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് ഇതൊരു പ്രോട്ടോടൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ കുറേ സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകളുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹെൽത്തിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കാര്യങ്ങളിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോസസ്സൊക്കെ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ICMR പോലുള്ള ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഇത് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ നമുക്കിത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു പ്രോട്ടോടൈപ്പാണ്. ഇതേ രീതിക്ക് തന്നെയാണ് നമ്മൾ ഓക്സിമീറ്ററുകൾ നിർമ്മിക്കുന്നതും, നമ്മൾ ഇതേ രീതിക്ക് തന്നെയാണ് ഇത് ചെയ്യുന്നതും. പക്ഷേ നമ്മൾ ഇപ്പോൾ എൻ്റെ ഓക്സിമീറ്ററിനകത്തൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ഒരു ഓക്സിമീറ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളൊരു മോണോഡംസി ബോർഡിലേക്കാണ്. സോ നമുക്കിത് വേണമെങ്കിൽ IoT ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് IoT നമുക്ക് മൊബൈലിലേക്ക് നമുക്ക് ഇതിൻ്റെ റീഡിങ്സ് എടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഒരു റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ഒരു കോവിഡ് പേഷ്യൻറ്റിൻ്റെ കയ്യിൽ നമ്മളൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഓക്സിമീറ്റർ കണക്ടിച്ച് കഴിഞ്ഞാൽ അത് ഒരാൾ പോയി നോക്കുക, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി നോക്കുക എന്ന് പറയുന്ന ഒരു ടഫ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമ്മൾ വീട്ടിലുള്ളവർക്ക് അത് ചിലപ്പോൾ അത് ഉപയോഗിക്കണം അറിയണം എന്നില്ല, അതിൻ്റെ റീഡിങ്സ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം എന്നില്ല. അപ്പം അത് ഇതിനകത്ത് നമ്മൾ IoT വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒന്ന് മോഡിഫൈ ചെയ്ത് നമ്മളൊന്ന് IoTയിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിമോട്ടായിട്ടിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഡോക്ടറിന് തന്നെ അതിനകത്ത് ഓക്സിമീറ്ററിൻ്റെ ഓരോ പേഷ്യൻ്റെ റീഡിങ്സ് എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതൊരു പ്രോട്ടോടൈപ്പ് സ്റ്റേജിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് IoTയിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് അനുസരിച്ച് ഞാനിത് വേണം IoTയിലേക്ക് അടുത്തൊരു വീഡിയോ IoTയിലേക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.